നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത്, നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ട, നിർബന്ധമായും ഓൺ ചെയ്ത് വെക്കേണ്ട 4 സെറ്റിങ്സുകളാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 4 സെറ്റിങ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സിലാണ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ് വാട്സപ്പിനകത്ത് നമുക്ക് ആ ഓൺ ചെയ്ത് വെക്കേണ്ട 4 സെറ്റിങ്സുകൾ നോക്കാം. ഞാൻ അതിനുവേണ്ടി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആദ്യം കാണുന്ന സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. കാരണം നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ നേരത്തെ മനസ്സിലാക്കാനും നമുക്ക് അതിനനുസരിച്ച് അത് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൃത്യസമയത്ത് ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുന്നതിന് വേണ്ടി ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സെറ്റിങ്സ് നമുക്ക് നേരെ ഇതേ ഭാഗത്ത് തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള രണ്ടാമത്തെ സെറ്റിങ്സ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ നിങ്ങൾക്ക് ടേൺ ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു 6 അക്ക പാസ്വേഡ്, മറന്നു പോകാത്ത ഒരു 6 അക്ക പാസ്വേഡ് കൊടുക്കുക. 6 അക്ക പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെറ്റിങ്സ്, ഇതിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ഇമെയിൽ ID കൊടുക്കുക. താഴെ വെരിഫിക്കേഷന് വേണ്ടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP ക്ലിക്ക് ചെയ്ത് ഇതിനകത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ടീമുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാനൊക്കെ സാധിക്കും. അടുത്തായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്കിവിടെ പ്രൈവസി സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കോൾസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ, നിങ്ങളുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും അൺനോൺ നമ്പേഴ്സുകളിൽ നിന്ന് വരുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റ് മോഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ നമ്മളെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വിളിക്കുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റായി മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗം നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ടത് ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത്, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്നിവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഒരു ഇമെയിൽ IDയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID ഏതാണെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഗ്രീൻ ബട്ടണിലുള്ള ഈ ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ ആ ഒരു ഇമെയിലുമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ കണക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിലീറ്റ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചാറ്റ് ബാക്കപ്പ് ചെയ്ത ചാറ്റ് റീസ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ യൂസ്ഫുള്ളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.